ഇപ്പോൾ ഈ +2 എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു കൺഫ്യൂഷൻ്റെ ലോകത്തേക്കാണ് അവർ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് മേഖലകൾ അവരുടെ മുമ്പിൽ തുറന്ന് കിടക്കുകയാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എൻജിനീയറിങ്, മെഡിക്കൽ കോഴ്സസുകൾ, പാരാമെഡിക്കൽ കോഴ്സസുകൾ, അതുപോലെ ഡിപ്ലോമ കോഴ്സസുകൾ, അങ്ങനെ ഒരുപാട് മേഖലകൾ അവരുടെ മുന്നിലുണ്ട്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് അവർ തിരഞ്ഞെടുത്തു, ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് അവർ തിരഞ്ഞെടുത്തു എന്ന് കരുതാം. എഗെയിൻ അവർ വന്ന് വീഴുന്നത് വേറൊരു ഓഷ്യനിലേക്കാണ്. അവിടെയും ഒരുപാട് ഓപ്ഷൻസ് ആണുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MIT, MLT, BOT, BPT, അങ്ങനെ ATOT, ഒരുപാട് കോഴ്സസുകൾ അവരുടെ മുന്നിലുണ്ട്. ഇതിലേത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതും വീണ്ടും അവരുടെ മുന്നിലൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ചില പാരൻസ് പ്രഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ കോഴ്സിലേക്ക് ചേരുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈവൻ ചിലപ്പം റിലേറ്റീവ്സ്, അതല്ലെങ്കിൽ നെയ്ബേഴ്സ്, ഇത്തരം ആളുകളൊക്കെ. വേറൊരു പ്രശ്നം ഇതാണ്, പിന്നെ പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്സ് അവിടെ ചേർന്നു, ഞാനത് ചേരുക, അങ്ങനെ പോയിട്ട് പല കുട്ടികളും പല കോഴ്സുകളും പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെടാറുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സത്യം. അതായത് ഒരു കൃത്യമായ ഒരു കൗൺസിലിങ്ങിൻ്റെ അപാകത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതൊരു ഇരുട്ടത്ത് കല്ലെറിയുന്ന പോലെ ഇതിന്. കാരണം ഒരു ഇരുട്ടത്ത് കല്ലെറിയുന്ന സമയത്ത് ചിലപ്പോൾ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തും, ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഒരു 50-50% നമ്മൾ തന്നെ സാറേ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു സാധനമാണ് എന്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നൊരു സിസ്റ്റം. പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഈവൻ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രോപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പോകുന്നത്. അതിൽ ഇപ്പോൾ ചില കുട്ടികളൊക്കെ 4 വർഷത്തെ കോഴ്സാണെങ്കിൽ എങ്ങനെയെങ്കിലും 4 വർഷം അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച് പുറത്തിറങ്ങും. സർട്ടിഫിക്കറ്റിൽ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടാവും, ഒരു ആവറേജ് മാർക്കൊക്കെ സ്കോർ ചെയ്ത് കുട്ടി പുറത്തേക്ക് ഇറങ്ങി ജോബിനും എൻട്രി ചെയ്തതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോരുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അവർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അവർ മനസ്സിലാവുന്നത് ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, എൻ്റെ പാഷൻ അനുസരിച്ചുള്ള പണിയല്ല, എനിക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസ് അല്ല എന്നുള്ള രീതി. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഡിപ്ലോമ കോഴ്സുകളോ അതല്ലെങ്കിൽ ഷോപ്പ് കീപ്പിംഗ്, അബ്രോഡൊക്കെ പോയിട്ട് അബ്രോഡൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മുടെ നാടുകളിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ IT ഫീൽഡിലുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് വെറും വേറെ അവർക്ക് തീരെ ആപ്റ്റ് അല്ലാത്തൊരു ഇതിലേക്കൊക്കെ പോകുന്നു. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കരിയർ കൗൺസിലിങ്ങിന്റെ ഇമ്പോർട്ടൻസ് കൃത്യമായി കുട്ടികൾക്ക് ഇതിനൊരു കൃത്യമായ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, പാഷന്, സ്കിൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കൃത്യമായ രീതിയിൽ ആ കോഴ്സ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു കരിയർ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബെനിഫിറ്റാണ്. ഒന്ന്, ആ കുട്ടിക്ക് ഏത് കോഴ്സ് എടുക്കാൻ പറ്റും, ഏത് മേഖലയിലേക്ക് തിരിയാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. രണ്ടാമത്തത് ഏത് കോഴ്സൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും കൂടി മനസ്സിലാവും. 2 ബെനിഫിറ്റ് ഉണ്ട് അതിൽ. ഏതാണോ ആപ്റ്റായിട്ടുള്ള കോഴ്സ് എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം നല്ലൊരു ഗൈഡൻസും കൂടി ആ കുട്ടിക്ക് കിട്ടിയാൽ മതിയാവും. അതിനൊരു എക്സാമ്പിൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു ആർമിയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ആ ഒരു കുട്ടി വന്നിട്ട് എന്ത് ചെയ്തു, BCA ഒക്കെ പഠിച്ചു, ഒരു IT ഫീൽഡിൽ വന്നാൽ എങ്ങനെയുണ്ടാവും, രണ്ടും ഭയങ്കര വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇത്തരം മിസ്റ്റേക്സ് ഒക്കെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിയർ കൗൺസിലിംഗ് തീർച്ചയായിട്ടും സഹായിക്കും. അല്ല, ഇവിടെ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഈ കരിയർ കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ് ഇത് രണ്ടും ഒന്നാണെന്നുള്ള ഒരു ധാരണ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്. ശരിക്കും ഈ കരിയർ കൗൺസിലിംഗ് എന്നുള്ളത് ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് മേഖല ചൂസ് ചെയ്യണം എന്നുള്ളതാണ് കരിയർ കൗൺസിലിങ്ങിൽ നിന്ന് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽസ്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ പാഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അനലൈസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിയുടെ മേഖല കണ്ടെത്താൻ കഴിയുന്നത്. ഈ കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ് കരിയർ കൗൺസിലിംഗ് വരുന്നത്. ഇനി ഈ കോഴ്സ് കണ്ടെത്തിയതിന് ശേഷം
ആ കോഴ്സ് ഏത് രീതിയിൽ പഠിക്കണം, അതല്ലെങ്കിൽ അതിന് എവിടെയാണ് ഏറ്റവും ആപ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ എൻട്രൻസ് എക്സാമുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ എഴുതണം, അതെങ്ങനെ അപേക്ഷിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. ഈവൻ കോളേജുകൾ ഏത് കോളേജ് പഠിക്കണം എന്നുള്ളതൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഗൈഡൻസ്. നമ്മളിവിടെയൊക്കെ പല കൺസൾട്ടൻസി കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കൗൺസിലിംഗ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ടത്. തീർച്ചയായിട്ടും. അതിനുശേഷം ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് വിവരിച്ചു കൊടുക്കുന്നതാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. എങ്ങനെ എവിടെ എങ്ങനെ അവിടെ എത്താം ഗൈഡൻസിലൂടെ കിട്ടുന്നത് അല്ലെ. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻഷിയേഷൻ വരുന്നത്. അത് ഇനിയിപ്പോൾ നമുക്കൊരു ഗൈഡൻസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടി കരിയർ കൗൺസിലിംഗ് കഴിഞ്ഞ് ഒരു മെഡിക്കൽ ഫീൽഡിലേക്കാണ് എന്ത് ചെയ്യുന്നത് കുട്ടിക്ക് താല്പര്യമെങ്കിൽ ആ കുട്ടിക്ക് ഏത് രീതിയിൽ അവരുടെ കോളേജ് അഡ്മിഷൻ പ്രോസസ്സ് വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? ഈ അഡ്മിഷൻ ക്രൈറ്റീരിയ, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാംസ് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ 24 ലക്ഷം കുട്ടികൾ എഴുതിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ മോസ്റ്റ് പോപ്പുലറാണ് അത്. ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റ്. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സയൻസ് ബേസ് ആയിരിക്കണം. PCB എന്നാണ് പറയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ 3 സബ്ജക്റ്റുകളിൽ 50% മാർക്ക് കുട്ടി +2 എക്സാമിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നീറ്റ് എക്സാമിന് പിന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോൾ നിലവിൽ മാർച്ച് 8 വരെ സമയമുണ്ട്. പിന്നെ 2 ദിവസം കൂടി കിട്ടിയിട്ട് മാർച്ച് 10 വരെ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ദിവസം, അഥവാ മാർച്ച് 8 അപ്ലിക്കേഷൻ ഡേറ്റ്, മാർച്ച് 10 വരെ. അതാണ് ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷന്. പിന്നെ ഇതിൽ ടോട്ടൽ വരുന്നത് 720 മാർക്കാണ് വരുന്നത്. അതിൽ ഫിസിക്സ് പിന്നെ 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, പിന്നെ ബയോളജി 90 ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി 45, ഫിസിക്സും കെമിസ്ട്രിയും 45 ക്വസ്റ്റ്യൻസ് വീതം, ബയോളജി 90 മാർക്ക്. അങ്ങനെ ടോട്ടൽ 180, 360, 720 ടോട്ടൽ മാർക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് വരുന്നത്. അതെ. ഒരു ആൻസർ ശരിയായി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഇവിടെ വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യന് തെറ്റി കഴിഞ്ഞാൽ ഒരു മാർക്ക് കട്ട് ചെയ്യും. ശരിയായാൽ 4 മാർക്കും തെറ്റിക്കഴിഞ്ഞാൽ -1 വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇപ്പോൾ പലപ്പോഴും പിന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള വേറൊരു തെറ്റിദ്ധാരണയാണ് നീറ്റ് എന്ന് പറയുന്നത് MBBS ഒള്ളി എന്നുള്ളതാണ്. ആക്ച്വലി അങ്ങനെയല്ല, ഒരുപാട് കോഴ്സസുകൾ എന്ത് ചെയ്യാം അതിനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MBBS ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബാച്ചിലർ ഓഫ് മെഡിസിൻ, ബാച്ചിലർ ഓഫ് സർജറി, ഇതാണ് MBBS. പിന്നെ അതിനുശേഷം BDS അറിയാലോ, ഡെൻ്റൽ സർജറി. ഒരുപാട് വേറെയും കോഴ്സസുകളുണ്ട്. ഇപ്പോൾ BAMS ആയുർവേദിക്കിൻ്റെ, BSMS, ഓക്കെ, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന്, BSMS. ആയുർവേദിക്കിൽ MBBS എന്ന് നമുക്ക് പറയാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ BNYS ഉണ്ട്. അതുപോലെ തന്നെ BHMS ഉണ്ട്. BNYS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ന്യൂറോപ്പതിയുടെ ഇത്. പിന്നെ അതുപോലെ തന്നെ BUMS ഉണ്ട്, ബാച്ചിലർ ഓഫ് യുനാനി മെഡിസിൻ. ഇതിലേക്ക് നമുക്ക് ഇത് ചെയ്യാം. ഹോമിയോപ്പതിൻ്റെ മറ്റേ BHMS വരുന്നത്. അതെ. പിന്നെ അതുപോലെ തന്നെ അത്തരം കോഴ്സുകളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നീറ്റിലൂടെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വെറ്റിനറി സയൻസ് ഉണ്ട്, അഥവാ മൃഗങ്ങളുടെ, അതിലും എന്താണ് MBBS ത്രൂ തന്നെയാണ് അഡ്മിഷൻസ് വരുന്നത്. ഓക്കെ. നീറ്റ് എക്സാമിന് ശേഷം നമുക്ക് പിന്നെ മറ്റൊരു ഓപ്ഷനാണ് KEAM, കേരള ആർക്കിടെക്ചർ ആൻഡ് എൻജിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ KEAMനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു എൻട്രൻസ് എക്സാം മാത്രമല്ല, അതൊരു പിന്നെ റാങ്ക് ലിസ്റ്റ് കൂടിയാണ്. ഓക്കെ. റാങ്ക് ലിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ കൂടിയായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റും. ഇതിൽ വരുന്നത് പിന്നെ നീറ്റിൽ പറയുന്നത് PCB ആണ്, ഇവിടെ വരുന്നത് PCM ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ മാത്സിന് നമുക്ക് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പിന്നെ കെമിസ്ട്രിയിൽ 30 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ടൈം വരുന്നത് 180 മിനിറ്റാണ് ഇതിൻ്റെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ടോട്ടൽ മാർക്ക് വരുന്നത് 600 നമ്മുടെ നീറ്റിലാണെങ്കിൽ 720 മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന് ക്രൈറ്റീരിയ നിർണ്ണയിക്കുന്നത് 50% KEAMൻ്റെ മാർക്കും 50% PCMൻ്റെ ഇൻഡെക്സ് മാർക്കും നോക്കിയിട്ടാണ്
റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ സാറേ ഈ കീമിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് വരുന്നത്? ഈ കീമിൻ്റെ അണ്ടറിൽ വരുന്നത് മുഴുവൻ ബിടെക് കോഴ്സുകളും മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളും കീമിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ BArch, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, പിന്നെ അതുപോലെ തന്നെ BPharm, ബാച്ചിലർ ഓഫ് ഫാർമസി, പിന്നെ അതുപോലെ തന്നെ BSc അഗ്രികൾച്ചർ, BSc ഫോറൻസിക് പോലുള്ള കോഴ്സുകളൊക്കെ ഈ കീമിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് പിന്നെ LBS എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഇതൊരു എൻട്രൻസ് എക്സാം ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഏകജാലകം പോലെയാണ്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് 1ലേക്ക് അഡ്മിഷൻ എടുക്കുന്ന രീതിയിലുള്ള, അത് മെയിൻലി പിന്നെ 3 മേഖലയിലേക്കുള്ള കോഴ്സുകൾക്ക് LBS ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഒന്നാമത്തത് നഴ്സിംഗ് ആണ്. നഴ്സിംഗ് അറിയാലോ, BSc നഴ്സിംഗ്. പിന്നെ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസുകൾ, അലൈഡ് കോഴ്സസുകൾ, പിന്നെ പോസ്റ്റ് ബേസിക് കോഴ്സുകൾ അഥവാ BSc നഴ്സിംഗിന് ശേഷം MSc ഒക്കെ വരുന്നുണ്ടല്ലോ, അതിലേക്കും ഈ LBS ത്രൂ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം BSc നഴ്സിംഗ് പിന്നെ അലൈഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc MLT, BSc MIT, പിന്നെ അതുപോലെ തന്നെ BSc ഒപ്റ്റോമെട്രി പോലുള്ള എല്ലാ കോഴ്സുകൾക്കും LBS ത്രൂ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻ LBS ആണ് അല്ലേ? അതെ, എൻട്രൻസ്. ഒരുപാട് കോഴ്സുകളിലേക്ക് LBS ത്രൂ ആണ് വരുന്നത്. പക്ഷെ നീറ്റ് മാതിരി ഒരു എൻട്രൻസ് എക്സാം അല്ല ഇത്, ഏകജാലക രീതിയാണ് ഇവിടെ LBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട് LBS കൊടുക്കാതിരിക്കുന്ന പല വിദ്യാർത്ഥികളും നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, LBSൻ്റെ അപ്കമിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതിപ്പോൾ കേരളത്തിലെ BSc നഴ്സിംഗ്, അതുപോലെ തന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലത്തെ BOT, ഇത്തരം മെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷൻ രീതിയാണ് കേരളത്തിലെ മാത്രം. അതെ, ഇന്ത്യയിൽ തന്നെ പിന്നെ നഴ്സിംഗിന് പോലും എൻട്രൻസ് എക്സാം എഴുതിയിട്ട് പ്രവേശനം കൊടുക്കുന്ന സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർണാടകത്തിൽ KECT എക്സാം എഴുതിയാലാണ് അത് ത്രൂ ആണ് നഴ്സിംഗിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. അപ്കമിങ് ഇയറിൽ ആവാൻ വളരെ സാധ്യത ഉണ്ട്. ഓക്കെ, കർണാടകയിൽ ഈ KECT ഒരു എൻട്രൻസ് എക്സാം മാതിരിയാണ്. അവിടെ പോയിട്ട് എക്സാം എഴുതുകയാണ്, എൻട്രൻസ് എക്സാം തന്നെ വേണമെങ്കിൽ പറയാം. അതെ, അതിൻ്റെ ബേസിസിലാണ് ഇവർക്ക് ഏത് കോളേജ് കൊടുക്കണം, എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. നേരെ മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, LBS എന്നുള്ള ജസ്റ്റ് ഒരു ഏകജാലക രീതിയിൽ നമ്മൾ ഈ അക്ഷയ ത്രൂ ഒക്കെ പോയിട്ട് അപേക്ഷിക്കുന്ന ഒരു രീതി. അതെ, അവിടെ ഈ ഒരു +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇതിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% ഓഫ് മാർക്ക് എലിജിബിൾ ആവുക. ഒരു നീറ്റിന്റെ അതേ എലിജിബിലിറ്റി തന്നെയാണ് ഈ LBSലേക്കും വരുന്നത്. പക്ഷെ വേറൊരു ബിറ്റർ ട്രൂത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കേരളത്തിൽ നഴ്സിംഗ് 23% മാർക്ക് PCBയിൽ പിന്നെ സ്കോർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും LBSൽ കേരളത്തിൽ കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ LBS അപേക്ഷിക്കുന്ന ആളുകളിൽ നിന്നും വെറും ഒരു 30% ചോട ആളുകൾക്ക് മാത്രമേ ഇവിടെ സീറ്റ് കാര്യങ്ങൾ കിട്ടാറുള്ളൂ. മാത്രമല്ല കേരളത്തിൽ സീറ്റിൻ്റെ എണ്ണവും കുറവാണെന്ന് തോന്നുന്നുള്ളത്. BSc നഴ്സിംഗ് പോലത്തെ കോഴ്സുകൾക്കൊക്കെ പ്രത്യേകിച്ചും നഴ്സിംഗ് സീറ്റുകൾ കഴിഞ്ഞ വർഷം പുതുതായിട്ട് അലോ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്നിരുന്നാൽ വളരെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആണല്ലോ ഇവിടുന്ന് ഈ പുറത്തേക്കുള്ള ഒഴുക്ക് കൂടുന്നത്. ഇപ്പോൾ അബ്രോഡ് ആയിക്കോട്ടെ, അതർ സ്റ്റേറ്റുകളായിക്കോട്ടെ, ഇവിടേക്കൊക്കെ ഹയർ സ്റ്റഡീസിന് കൂടുതലായിട്ടും കാണാറുണ്ട്. അതുപോലെ തന്നെ സാറേ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ LBS ഒക്കെ പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ വേറൊരു ഡൗട്ടായിരുന്നു നമ്മുടെ ഈ GNM കോഴ്സ്. അത് ആക്ച്വലി GNM എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ്. പിന്നെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോഴ്സും കൂടെയാണ് GNM ആക്ച്വലി. കാരണം ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ വരുന്ന ഫാമിലീസ് വിദ്യാർത്ഥികൾക്ക് ഞാൻ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് BSc നഴ്സിംഗ് അല്ല പലപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. നന്നായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഓക്കെയാണ് BSc നഴ്സിംഗ് ഓക്കെയാണ്. പക്ഷേ മിഡിൽ ക്ലാസ്സിലുള്ള ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ GNM ആയിരിക്കും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. +2 ഏത് സ്ട്രീമിലുള്ള ആളുകൾക്കും അത് എടുക്കാൻ പറ്റും, എടുക്കാൻ വേണ്ടി പറ്റും.
അതുപോലെ തന്നെ 3 വർഷം കഴിഞ്ഞ് ഈ കുട്ടി ഇറങ്ങുന്ന സമയത്ത് അപ്പോഴും നഴ്സിംഗുകാർ 4ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ഒരു കുട്ടിക്ക് ഒരു വർഷം എന്ത് ചെയ്യാം, ജോബ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ BSc നഴ്സിംഗിലേക്ക് ഈ കോഴ്സിനെ കൺവേർട്ട് ചെയ്യാനും പറ്റും, പോസ്റ്റ് BSc ചെയ്തിട്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ BSc നഴ്സിംഗ് പഠിക്കുന്നതിൻ്റെ പകുതി കോഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, GNM എടുത്ത് BSc നഴ്സിംഗുകാരുടെ അതേ ക്വാളിഫിക്കേഷനിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ പല ഗൈഡൻസ് കൊടുക്കുന്ന ആളുകളും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിയാം, പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്, ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷെ എടുത്തത് ഈ നേരത്തെ പറഞ്ഞ മാതിരി സയൻസ്, ബയോസയൻസ് എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അതെ. അങ്ങനത്തെ ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഡിപ്ലോമ കോഴ്സുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ GNM എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കുറച്ചും കൂടി റിസ്ക് ആയിട്ടും മാത്രമല്ല ഡിപ്ലോമ ആയിട്ട് തന്നെ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഇപ്പോൾ ബിവോക്കിലേക്കൊക്കെ മാറാറുണ്ട് പല ആളുകളും നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ ബിവോക്ക്, MLT, MIT എന്നൊക്കെ പറഞ്ഞു അത് അവിടെ നിൽക്കുകയാണ്. പലതും എനിക്കൊന്ന് ബിവോക്കിനൊന്നും പല ഏരിയകളിലും പല കോഴ്സുകളിലും വാല്യൂ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു GNMൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അല്ല, പലപ്പോഴും എന്താ പറയുക, ബിവോക്കും പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് നമ്മുടെ സമൂഹത്തിൽ. ജോലി കിട്ടുമെന്നാണ് ഇതിൽ പരസ്യത്തിലുണ്ടാവുക. ആക്ച്വലി ജോലി കിട്ടും, പക്ഷെ അതിൻ്റെ സാലറി നോക്കുമ്പോഴാണ് അത് അവിടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ബിവോക്കുകാരും BScക്കാരും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത്. ഈ ബിവോക്കുകാരുടെ ഒരു 4 ഇരട്ടി സാലറി എങ്കിലും BScക്കാർക്ക് കിട്ടും, പക്ഷെ അതെന്ത് ചെയ്യൂല, ബിവോക്കിൻ്റെ അഡ്മിഷന് മുമ്പ് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടൂല എന്നുള്ളതാണ്. പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളും കുറവാണ്. ഇല്ല, ഒരിക്കലും പറ്റും. നേരെ മറിച്ച് ഒരു BSc നേഴ്സിംഗ് കഴിഞ്ഞോട്ടെ, അതല്ലെങ്കിൽ ഒരു GNM കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പുറത്തേക്ക് സാധ്യത കൂടുതലുണ്ട്. അവർക്ക് ഈ IELTS, OET ഒക്കെ എഴുതിയതിന് ശേഷം അബ്രോഡ് ആയിക്കോട്ടെ, ഒരുപാട് ഇപ്പോൾ GCC കൺട്രീസിലേക്കായാലും യൂറോപ്യൻ കൺട്രീസിലേക്കാണെങ്കിൽ പോലും നല്ലൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചല്ലോ, GNM ഡിപ്ലോമ എടുത്തിട്ട് നമുക്ക് BScയിലേക്ക് കൺവേർട്ട് ആവുന്ന രീതിയിൽ ഇത് പലപ്പോഴും എല്ലാ കോഴ്സുകളിലും, ഒട്ടുമിക്ക കോഴ്സുകളിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു, പിന്നെ കരിയർ കൗൺസിലിങ്. ഇത് ആക്ച്വലി ഒരു 8ാം ക്ലാസ് മുതൽ തന്നെ കരിയർ കൗൺസിലിങ് കുട്ടികൾക്ക് കൊടുത്ത് തുടങ്ങേണ്ടതാണ്. അപ്പം തന്നെ നമ്മൾ ആ കുട്ടികളുടെ പഠനത്തെ ആ രീതിയിൽ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ആക്ച്വലി 10ാം ക്ലാസ്സിലും കിട്ടാതെ കുട്ടി എന്ത് ചെയ്യും, കൊമേഴ്സിനോ ഹ്യൂമാനിറ്റീസിനോ പോയിട്ട് ചേരും. തീർച്ചയായിട്ടും തൻ്റെ ഭാവി എന്താണെന്ന് ആലോചിക്കാതെ കൊണ്ട് ചേരും. +2 കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാഷൻ മനസ്സിലായി വരുന്നത്. അപ്പോഴേക്കും സമയം നേരം വൈകിയിട്ടുണ്ടാവും. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 8ാം ക്ലാസ്സിൽ നിന്ന് അവരുടെ കരിയർ തുടങ്ങണം എന്നുള്ളതാണ്. അവർ ഏത് കരിയറിലേക്ക് എത്തണം എന്നുള്ളത് അവിടുന്ന് ആ കുട്ടിക്ക് കിട്ടണം. അവിടെയാണ് കൃത്യമായ ഒരു കരിയർ കൗൺസിലിംഗ് കിട്ടേണ്ട ഒരു ടൈം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്ഥായിയായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അവിടെ നിന്ന് തന്നെ കിട്ടി ഏതാണ് ഫീൽഡ് മനസ്സിലാക്കി അവിടെ നിന്ന് തന്നെ അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് കുട്ടിയുടെ പഠന രീതിയെ ആ രീതിയിൽ കൊണ്ടുപോകാൻ ഒന്നുകൂടെ ബെറ്റർ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെ കിട്ടും. കാരണം 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളൊക്കെ നമ്മളിവിടെ ഇപ്പോൾ ബയോ സയൻസിലേക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും കൊമേഴ്സിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ പറയുകയാണെങ്കിൽ വേറൊരു വ്യക്തമായൊരു സത്യമാണ്, പല ആളുകളും ഫുൾ A+ ഉണ്ടെങ്കിൽ ബയോസയൻസിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു രീതി. പക്ഷെ ആ കുട്ടിക്ക് അത് ആപ്റ്റാണോ അല്ലേ എന്നുള്ളത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ +2 കഴിഞ്ഞു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ആപ്റ്റായിട്ടുള്ള കോഴ്സല്ല, സയൻസ് അല്ല എടുത്തിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ കുട്ടിക്ക് B.Pharmയിലാണ് താല്പര്യമുള്ളത്, പക്ഷേ കുട്ടി കോമേഴ്സോ ഹ്യൂമാനിറ്റീസാണോ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്ഷൻ കുട്ടി എന്ത് ചെയ്യുക, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഡിപ്ലോമ ചെയ്യാം, D.Pharm ചെയ്യാം. ഡിപ്ലോമ ഇൻ ഫാർമസി കഴിഞ്ഞതിന് 2 വർഷത്തെ കോഴ്സാണ്. അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ലാറ്ററൽ എൻട്രി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, B.Pharmയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, B.Pharm സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് എന്ത് ചെയ്താൽ മതി, കുട്ടിക്ക് പഠിച്ചാൽ മതി. അപ്പോൾ കുട്ടിക്ക് ആദ്യം ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെട്ടു, എന്നിരുന്നാലും ലാറ്ററൽ എൻട്രി വഴി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചാൻസ് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതൊന്നും പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാതെ പോകുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേതെങ്കിലും അതല്ലാതെ വേറൊരു ഓപ്ഷനാണല്ലോ ഈ NIOC പോലത്തെ, അതല്ലെങ്കിൽ ഈ ബോസെ പോലത്തെ +2 എഴുതിയിട്ട് 6 മന്ത് കൊണ്ട് ഒരു ബയോ സയൻസ് എക്സാം എഴുതിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നെക്സ്റ്റ് ഇയറിൽ നേരെ എന്ത് ചെയ്യാം, അതൊരു BSc കൺവേർട്ട് ആവാം, അല്ല BSc പഠിക്കാൻ പറ്റുന്ന ഒരു രീതി. അതെ, അതൊരു സെക്കൻഡ് ഓപ്ഷനാണ്. പിന്നെ +2 കഴിഞ്ഞു, പിന്നെ ഒരു വർഷം ബ്രേക്ക് എടുക്കേണ്ടി വരും. ഒരു വർഷം എന്ത് ചെയ്യാം, NIOS പഠിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ 2ാമത്തെ വർഷം മുതൽ ആവശ്യമായിട്ടുള്ള ഇഷ്ടപ്പെട്ട കോഴ്സിന്, മെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ തിരിയാനും പറ്റും. അങ്ങനെ 2 ഓപ്ഷന് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ. നമ്മൾ ഈ GNM നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി, GNMലേക്ക് വന്നപ്പോൾ ഈ GNMൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ അവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം. അതെ. അപ്പോൾ ഈ LBS ഇപ്പോൾ BSc നഴ്സിങ്ങിന് GNM ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് DME എന്നാണ് പറയുക. ഇനി ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ഒരു GNM മാത്രമല്ല. അപ്പോൾ LBSഉം പിന്നെ DME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഏകജാലകം മെത്തേഡാണ്. അത് ത്രൂ എന്ത് ചെയ്യുക, അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ BSc നഴ്സിംഗ് പഠിക്കുന്ന അതുപോലെ തന്നെ സാറേ, ഇപ്പോൾ കേരളത്തിൽ നഴ്സിംഗ് പഠിക്കാനിപ്പോൾ LBS ത്രൂ BSc നഴ്സിംഗ് ആണെങ്കിൽ, അതല്ലെങ്കിൽ GNM ആണെങ്കിൽ ഇപ്പോൾ സാർ പറഞ്ഞ മാതിരി DME ത്രൂ ആണ് വരുന്നത്. ഈ 2 രീതിയിൽ ഈ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നുള്ളൊരു ഓപ്ഷൻ എന്താണ് കേരളത്തിൽ ആ കുട്ടിക്ക് നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ? LBSൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് കോട്ടകൾക്ക് ശ്രമിക്കാം. കേരളത്തിൽ തന്നെ ഉള്ള നഴ്സിംഗ് കോളേജുകളുടെ മാനേജ്മെൻറ്റ് കോട്ടകളിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവും അഡീഷണൽ പെർസെൻറ്റേജ് ഓഫ് സീറ്റ്സ്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. PNC MAC എന്നുള്ള പോർട്ടൽ വഴി എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിലെ തന്നെ നഴ്സിംഗ് കോളേജുകളുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓക്കെ. അതുപോലെ തന്നെ BSc നഴ്സിംഗിൻ്റെ PNC MAC ആണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, GNMന് അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? GNMനും മാനേജ്മെൻറ്റ് പ്രൈവറ്റ് പിന്നെ കോളേജുകളുണ്ട് കേരളത്തിൽ, INC KNC റെഗുലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസുകൾ. അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് സെൽഫ് ഫൈനാൻസിങ് ആയിട്ടുള്ള പിന്നെ പോർട്ടലുകൾ അവൈലബിൾ അല്ല. ഡയറക്റ്റ് ഓരോ കോളേജുകളിലും ചെന്നിട്ട് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻസുകൾ കൊടുക്കുന്നതില്ലേ? അതെ. ഇതുവരെയുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഈ കഴിഞ്ഞ വർഷങ്ങളോ അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ വർഷം അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കോളേജുകളും നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം ആ കോളേജുകളിൽ ഡയറക്റ്റ് പോയിട്ട് ഇത് ചെയ്യണം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവർക്ക് സ്വന്തമായിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളിലാണ് അവരുടെ ആപ്ലിക്കേഷന് കാര്യങ്ങളൊക്കെ വിളിക്കുന്നത്. ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ. സാർ, എൻ്റെ ഒരു വേറൊരു ഡൗട്ടാണ്, ഇപ്പോൾ നമ്മുടെ ഈ LBSൽ ഇവിടെ കിട്ടിയില്ല, ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്ത് ചെയ്തില്ല, PNC മാക്കിൽ കിട്ടിയില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ GNM എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ BSc കിട്ടിയില്ല, GNMലേക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ DMEയിൽ രജിസ്റ്റർ ചെയ്തു, അവിടെയും എടുക്കാൻ ചാൻസ് കിട്ടിയില്ല. അതല്ലെങ്കിൽ ഈ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് എന്താ ചെയ്യുക, പ്രൈവറ്റ് GNM കോളേജുകൾ വരുന്നുണ്ട്, അവിടെയും എന്ത് ചെയ്തില്ല, ഈ കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. കാരണം അത് കിട്ടിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് അറിയുന്ന രീതിയാണ്, ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അത് GNMലായിക്കോട്ടെ BScയിലായിക്കോട്ടെ സീറ്റിൻ്റെ എണ്ണം അത്രയും കുറവാണ്. കിട്ടിയില്ല എന്നുള്ളത് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അതെന്താണ്, അങ്ങനെ ഒരു രീതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം കുട്ടികൾക്ക് ഏത് രീതിയിൽ അവരുടെ ആ ഒരു കരിയറിനെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? പിന്നെ ഓപ്ഷൻസ് ഉള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ നൈബറിങ് സ്റ്റേറ്റുകളിലേക്ക് കോളേജുകളെ ആശ്രയിക്കുക, സ്വാശ്രയ കോളേജുകളെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് പോകുന്നുണ്ട് ഓരോ വർഷവും. എസ്പെഷ്യലി BSc നഴ്സിംഗും അതുപോലെ തന്നെ അലൈഡ് കോഴ്സുകൾക്കും ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ പോകുന്നുണ്ട്, എൻജിനീയറിങ്ങിനൊക്കെ. അങ്ങനെ അവസാന ഒരു ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയ്ബറിങ് സ്റ്റേറ്റുകളുടെ INC KNC അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ ഉള്ള കോളേജുകളിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ അത് TNCയിലേക്ക് വരും, തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിൻ്റെ അണ്ടറിൽ വരും. അതോ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് അത് മാറും. കേരളത്തിലാണ് KNC എന്നാണ് കേരള നഴ്സിംഗ് കൗൺസിൽ, പിന്നെ കർണാടകയിലാണ് KNC തന്നെയാണ് കർണാടക നഴ്സിംഗ് കൗൺസിൽ. അത് ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണ് KNC എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ പിന്നീടുള്ളൊരു ഓപ്ഷനാണ് കുട്ടികൾക്ക് അബ്രോഡ് പോയി പഠിക്കുക എന്നുള്ളത്. അതെ, പുറത്ത് പോയിട്ട് അബ്രോഡും ഇപ്പം പല ഇതിലും, ഈവൻ തായ്ലാൻഡിൽ പോലും ഇപ്പോൾ കോളേജുകൾ നമ്മുടെ കുട്ടികൾക്ക് നഴ്സിംഗ് കോളേജുകൾ അവൈലബിൾ ആണ്. പല കോളേജുകളും ഇപ്പോൾ സ്കോളർഷിപ്പ് കാര്യങ്ങൾ കോളേജ് തന്നെ കൊടുക്കുന്നൊരു രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളതാണ് എയിംസ്. ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്,
അഥവാ ഒന്ന് എയിംസ്, പിന്നെ അതുപോലെ തന്നെ ജിംബർ പോലുള്ള അത് പിന്നെ ഒരു ഇതല്ല, എൻട്രൻസ് എക്സാമുകൾ അപ്ലൈ ചെയ്യണം. എയിംസ് കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാം ഉണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവരുടെ എക്സാം അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ജിംബർ പോലുള്ള എക്സാംസ് അപ്ലൈ ചെയ്യാവുന്ന. അവർക്ക് അവരുടേതായ എൻട്രൻസുകൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എയിംസിനാണെങ്കിൽ എയിംസിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട്, ജിംബറിനാണെങ്കിൽ ജിംബറിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട്. ആ രീതിയിലാണ് വരുന്നത് അല്ലേ? അതെ അതെ. ടോട്ടൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഈ മോഡേൺ ഏജിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള എയുടെ ഒരു ഫീൽഡായിരിക്കാം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് പിന്നെ മെഡിക്കൽ ഫീൽഡ് തന്നെ ആയിരിക്കും. മാത്രമല്ല കേരളത്തിൻ്റെ മെഡിക്കൽ ഫീൽഡിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിലെ പല ഹോസ്പിറ്റൽസിനെയും ബ്ലാക്ക് റോക്ക് പോലുള്ള ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന 6,000 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വലിയ ഓപ്പർച്യൂണിറ്റിയും വലിയ സാധ്യതകളും, അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവരുടെ സാലറിയിൽ കാര്യമായ ഒരു ബൂം ഉണ്ടാവാൻ വളരെയേറെ സാധ്യത ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട്, അപ്കമിങ് ഒരു 5 ഇയേഴ്സിൻ്റെ ഉള്ളിലായിട്ട് തന്നെ. മാത്രമല്ല ഈ AI വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പോൾ നേഴ്സിംഗ് മേഖലകൾക്കൊന്നൊരു എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ വരില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. കാരണം ഒരു ഹ്യൂമൻ, ഇപ്പോൾ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമൻ ടച്ചാണ് വേണ്ടത്, ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. ഇതിന് നമ്മുടെ മനുഷ്യർക്ക് കഴിയുള്ളൂ. ഇമോഷണൽ ടച്ചിലുള്ള പിന്നെ ആക്ടിവിറ്റീസൊന്നും ഇതുവരെ ആയിട്ടും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പൊതുവേ നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരാറുള്ളത് ഓൺലി നീറ്റിന് ട്രൈ ചെയ്യുക, അതില്ലെങ്കിൽ ജീവിതം അവസാനിച്ചു എന്നുള്ള രീതിയിലാണ്. ഒരിക്കലും അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം നീറ്റ് മാത്രമല്ല, നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ലക്ഷം കുട്ടികൾ എഴുതിയിട്ട് അതിലൊരു ലക്ഷം കുട്ടികൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണത്. തീർച്ചയായിട്ടും. അപ്പോൾ ബാക്കി വരുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അലൈഡ് ആണെങ്കിലും പാരാമെഡിക്കൽ ആണെങ്കിലും ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു കരിയർ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ വരുന്നത്. കാരണം ആ ഒരു കൃത്യമായ കരിയർ കൗൺസിലിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഈ ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, സ്കിൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ പാഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ആ രീതിയിൽ അവരെന്ത് ചെയ്യട്ടെ, കോഴ്സ് കണ്ടെത്തട്ടെ, ശേഷം ആപ്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടി ആ ഒരു വഴിക്ക് പോവട്ടെ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ നീറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ കീം നമ്മൾ കവർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ LBS പോർട്ടൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. DMEയുടെ കാര്യങ്ങൾ, ഡിപ്ലോമ കോഴ്സുകളുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്യാമ്പസുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോഴ്സുകൾ, അലൈഡ് കോഴ്സുകളിൽ തന്നെ പലപ്പോഴും നമ്മൾ ഇതുവരെ കേൾക്കാത്ത കോഴ്സുകളൊക്കെ ഉണ്ടാവും. പലപ്പോഴും BSLP പോലത്തെ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ പാരാമെഡിക്കൽ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ പാരാമെഡിക്കൽ നമ്മൾ തീരെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചെറിയ ഇപ്പോൾ നമ്മൾ ആകെ BSc നഴ്സിങ്ങും ഡിപ്ലോമയിലുള്ള GNM ആണ് വന്നിട്ടുള്ളത്. പിന്നെ BOT BPT നമ്മൾ എവിടെയോ ഒന്ന് പരാമർശിപ്പിച്ചു എന്നുള്ളതല്ലാതെ കൃത്യമായ രീതിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാരാമെഡിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതെ അതെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റി, പിന്നെ സ്കോപ്പ്, അതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ചിട്ട് മറ്റൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.